सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम बच्चे काम पर जा रहे हैं कविता का दूसरा वीडियो है। इस वीडियो में हम दो प्रक्रियाएं पढ़ेंगे। पहला पोस्टर और बच्चे काम पर जा रहे हैं കവിത ആസ്വാദൻ ടിപ്പണി. എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബच्चे काम पर जा रहे हैं എന്ന കവിതയുടെ രണ്ടാമത്തെ വീഡിയോയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഈ കവിതയിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന രണ്ട് പ്രവർത്തനങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. പോസ്റ്ററും ആസ്വാദൻ ടിപ്പണിയും. ആദ്യം നമുക്ക് പോസ്റ്റർ പരിചയപ്പെടാം. പോസ്റ്റർ എന്താണ്? പോസ്റ്റർ എന്തിനാണ് പോസ്റ്റർ? അതിനെപ്പറ്റി ആദ്യം നമുക്ക് ചിന്തിക്കാം. പോസ്റ്റർ ആശയവിനിമയം ചെയ്യുന്നതിനുള്ള ഒരു മീഡിയമാണ് പോസ്റ്റർ. ആശയങ്ങൾ പല രീതിയിൽ നമുക്ക് വിനിമയം ചെയ്യാം. പോസ്റ്ററിൻ്റെ രൂപത്തിൽ, ചിത്രത്തിൻ്റെ രൂപത്തിൽ, വിവരണത്തിൻ്റെ രൂപത്തിൽ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പോസ്റ്ററിനെ പ്രധാനമായി മൂന്നായിട്ട് തിരിക്കാം. ചിത്രാത്മക പോസ്റ്റർ, संदेशात्मक പോസ്റ്റർ और വിവരണാത്മക പോസ്റ്റർ. അപ്പോൾ മൂന്ന് തരം പോസ്റ്ററുകൾ നമ്മൾ പരീക്ഷയ്ക്ക് അതായത് നിങ്ങൾക്കറിയാം, സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്നവർക്ക് 5ാം ക്ലാസ് മുതൽ +2 തലം വരെ പോസ്റ്റർ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ പല തലങ്ങളിലും പല തരത്തിലുള്ള പോസ്റ്ററുകളാണ് ചോദിക്കുന്നത്. ഉദാഹരണത്തിന് 5ാം ക്ലാസ്സിൽ ഒരുപക്ഷെ ചിത്രാത്മക പോസ്റ്റർ ആയിരിക്കാൻ ചോദിക്കുക. അടുത്ത് മുകളിലോട്ട് വരുന്തോറും അത് സന്ദേശാത്മക പോസ്റ്റർ ആകാം, വിവരണാത്മക പോസ്റ്റർ ആകാം. ഏത് തരത്തിലുള്ള പോസ്റ്റർ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ആദ്യം നമുക്ക് ചിത്രാത്മക പോസ്റ്റർ ഒന്ന് പരിചയപ്പെടാം. ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നു. അതിനെയാണ് ചിത്രാത്മക പോസ്റ്റർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ചിത്രം കാണിക്കാം. ആ ചിത്രം നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക. ഇപ്പോൾ എല്ലാവരും ചിത്രം കണ്ടു കാണും. ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ബാൽശ്രം, അതായത് ബാലവേലയെ പറ്റിയുള്ളതാണ് അല്ലേ? ആ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആശയങ്ങൾ കൊടുക്കാം അത് നോക്കാം. ബാൽശ്രം, ബാലവേല, എന്തൊക്കെ കൊടുക്കാം? ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതിയാലോ. ബച്പൻ ചീൻത ബാൽശ്രം. ബച്പൻ ചീൻത ബാൽശ്രം എന്ന് വെച്ചാൽ എന്താണ്? ബച്പൻ കുട്ടിക്കാലം അപഹരിക്കുന്ന, ബാൽശ്രം ബാലവേലകൾ. അതായത് കളിച്ച് ഉല്ലസിച്ച് പഠിച്ച് നടക്കേണ്ട സമയത്ത് കുട്ടികൾ ബാലവേലയിലോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് ചിത്രാത്മക പോസ്റ്റർ. മനസ്സിലായോ? ബച്പൻ ചീൻത ബാൽശ്രം, ബച്പൻ ചീൻത ബാൽശ്രം. ഒരു ചിത്രം, ആ ചിത്രത്തിൽ നമുക്കൊരു ആശയം കൊടുക്കാം. അപ്പോൾ അത് ചിത്രാത്മക പോസ്റ്ററായി. മനസ്സിലായോ? ഇതാണ് ചിത്രാത്മക പോസ്റ്റർ. അടുത്ത് നമ്മൾ പറയുന്നത് സന്ദേശാത്മക പോസ്റ്റർ. ഇതേപോലത്തെ ഒരു ചിത്രം മാത്രമല്ല, അതിലൊരു സന്ദേശവും കൂടി കൊടുക്കാം. ചിത്രം കാണുമ്പോഴേ നമുക്കറിയാം അല്ലേ എന്താണ് അതിൽ പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ പാഠം ബच्चे काम पर जा रहे हैं. ഈ കവിതാ ഭാഗത്തിൽ തന്നെ പറയുന്നത് ബാലശ്രം, അതായത് ബാലവേലകളെ പറ്റിയാണ് അല്ലേ? പഠിക്കേണ്ട സമയത്ത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കളിക്കാനുള്ള സ്ഥലമില്ല, അവരെല്ലാം ജോലിക്ക് പോവുകയാണ്. എന്തെങ്കിലും
കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ആ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ പഠിക്കാനോ കളിക്കാനോ ഉള്ള അവസരം കിട്ടുന്നില്ല. അങ്ങനെ അവർ ബാലവേലകളിൽ ചേരുന്നു, അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സന്ദേശാത്മക പോസ്റ്ററാണ്. ഈ പോസ്റ്റർ നിങ്ങൾ സൂക്ഷിച്ച് നിരീക്ഷിക്കൂ, എന്നിട്ട് ആ സന്ദേശങ്ങളൊന്ന് മനസ്സിലാക്കൂ. കണ്ടു കാണും നിങ്ങളിപ്പോൾ ആ പോസ്റ്റർ, അല്ലേ? ഇനി നമുക്ക് അതിലുള്ള സന്ദേശങ്ങൾ നോക്കാം. बाल श्रम अभिशाप है, बाल श्रम अभिशाप है, बाल श्रम अभिशाप है और देश की प्रगति में बाधक है. बाल श्रम अभिशाप है और देश की प्रगति में बाधक है. ബാൽശ്രം അതായത് ബാലവേലകൾ എന്ന് പറഞ്ഞത് അഭിശാപമാണ്. और देश की प्रगति में നമ്മുടെ ദേശത്തിൻ്റെ പുരോഗതിക്ക് അതൊരു ബാധയാണ്. ഇനി നോക്കൂ, അതിൽ ചെറിയൊരു സന്ദേശം കൊടുത്തിട്ടുണ്ട്, അത് നോക്കൂ, ശ്രദ്ധിക്കും, ഞാൻ വായിക്കാം. വിശ്വ ബാൽ ശ്രം നിഷേധ ദിവസ് കെ അവസർ പർ, വിശ്വ ബാൽ ശ്രം നിഷേധ ദിവസ് അതായത് ലോക ബാലവേല നിഷേധ ദിവസം. അതായത് ബാലന്മാർ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, അവർ സ്കൂളിൽ പോവുക, പഠിക്കുക, കളിക്കുക, ഉല്ലസിക്കുക. ആ സമയത്ത് അവരെന്ത് ചെയ്യണം? ആ കാര്യങ്ങൾക്ക് മാത്രം പ്രയോഗിക്കുക, ജോലിക്ക് പോകാൻ പാടില്ല. അപ്പോൾ നോക്കിയേ, വിശ്വ ബാൽ ശ്രം നിഷേധ ദിവസ് കെ അവസർ പർ ബച്ചുപ്പൻ ബച്ചായേ, ബച്ചുപ്പൻ ബച്ചായേ എന്ന് വെച്ചാൽ എന്താണ്? ബച്ചുപ്പൻ കുട്ടിക്കാലം സംരക്ഷിക്കുക, ബച്ചായേ തഥാ ബാൽ ശ്രം കോ ഖത്മ കർനെ, ബാൽ ശ്രം കോ ഖത്മ കർനെ, ഖത്മ കർനെ കർണ എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക. ബാൽ ശ്രം കോ ഖത്മ കർനെ കാ സങ്കല്പ് ലേ, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഒരു സങ്കല്പം, ഒരു പ്രതിജ്ഞ എടുക്കുക എന്നാണ് അതിൻ്റെ സന്ദേശം. അപ്പം മനസ്സിലായല്ലോ, ചിത്രവും കാണും സന്ദേശവും കാണും. നേരത്തെ ആദ്യം നമ്മൾ പരിചയപ്പെട്ടത് ചിത്രത്തിൽ കൂടി നമുക്ക് സന്ദേശം പറയുന്നതാണ്. അപ്പോൾ ആ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലായി അത് എന്തിനെതിരായിട്ടുള്ളതാണ്, ബാലവേലയ്ക്ക് എതിരായിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കിയ പോസ്റ്ററിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? അതിൽ ഒരു ചിത്രത്തിൽ ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. ആ സന്ദേശമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പോസ്റ്ററിൽ. മനസ്സിലായോ? അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട വിവരണാത്മക പോസ്റ്റർ. എന്താണ് വിവരണാത്മക പോസ്റ്റർ? വിവരണാത്മക പോസ്റ്റർ അതിൽ കുറച്ച് കാര്യങ്ങൾ കാണും. ഉദാഹരണത്തിന് നിങ്ങളുടെ സ്കൂളിൽ ഒരു ഹിന്ദി ക്ലബ്ബ് തുടങ്ങുന്നതിരിക്കട്ടെ. അപ്പോൾ ആ ഹിന്ദി ക്ലബിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഒരു ദിവസം വേണം, അല്ലേ? ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അധികം പറയാം. എന്താണ്? ഒരു വിഷയം വേണം, ഏതെങ്കിലും ഒരു വിഷയം. പിന്നെ സ്ഥലം വേണം. പിന്നെ എന്ത് വേണം? ഡേറ്റ് വേണം, അല്ലേ? പിന്നെ എന്ത് വേണം? ഒന്നും കൂടെ നോക്കൂ. ആദ്യം ഒരു വിഷയം വേണം, സ്ഥലം വേണം, തീയതി വേണം. പിന്നെ എന്ത് വേണം? പിന്നെ നമുക്ക് അവസാനം സബ്കാ സ്വാഗത് ഹേ എന്നും കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു വിവരണാത്മക പോസ്റ്റർ പരിചയപ്പെടാം. എല്ലാവരും ശ്രദ്ധിക്കൂ. ആ പോസ്റ്റർ കണ്ടോ? പോസ്റ്റർ വിശ്വ ബാൽ ശ്രം നിഷേധ് ദിവസ് സമാരോഹ്. ഒരു പരിപാടിയാണ്, നമ്മുടെ സ്കൂളിലൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതാണ് വിവരണാത്മകൻ്റെ രൂപത്തിൽ പോസ്റ്റർ തയ്യാറാക്കുകയാണ് നമ്മൾ. വിശ്വ ബാൽ ശ്രം നിഷേധ് ദിവസ് സമാരോഹ് അതായത് ലോക ബാലവേല നിഷേധ ദിവസ പരിപാടി എന്നാണ്. 12 ജൂൺ എന്നാണ് 12 ജൂൺ 2014. ഈ 2024 12 ജൂൺ 2024 എവിടെ വെച്ചാണ്? സ്കൂൾ സഭാഭവൻ മേം. സ്കൂൾ സഭാഭവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച്. സമയം പറഞ്ഞിട്ടുണ്ട്, നോക്കിയേ. സുബഹ് 10 ബജെ, സുബഹ് 10 ബജെ, രാവിലെ
10 മണിക്ക് സബ്കാ സ്വാഗത് ഹെ. കണ്ടോ, ഇതാണ് വിവരണാത്മക പോസ്റ്റർ. അപ്പം വിവരണാത്മക പോസ്റ്റർ, അപ്പോൾ വിവരണാത്മക പോസ്റ്ററിന് എന്തൊക്കെ വേണം? വിഷയം വേണം, ഡേറ്റ് വേണം, പിന്നെ എവിടെ വെച്ചാണെന്ന് പറയണം, ഒരു സമയം വേണം, ലാസ്റ്റ് നമുക്ക് സബ്കാ സ്വാഗത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇപ്പോൾ പോസ്റ്റർ മനസ്സിലായി കാണും. പോസ്റ്റർ എന്തിനാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് മനസ്സിലായി കാണും. ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായ രൂപമാണ് പോസ്റ്റർ. പലതരത്തിലുള്ള പോസ്റ്ററുകൾ നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പരീക്ഷ സംബന്ധമായി നമുക്ക് ചോദിക്കാവുന്ന 3 തരം പോസ്റ്ററുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഒന്ന് ചിത്രാത്മക പോസ്റ്റർ, പിന്നെ സന്ദേശാത്മക പോസ്റ്റർ, വിവരണാത്മക പോസ്റ്റർ. അപ്പം ഈ 3 പോസ്റ്ററുകളും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമല്ലോ. ശരി കൂട്ടുകാരെ, അടുത്ത് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ, ഇന്നത്തെ ടോപ്പിക്കിലെ രണ്ടാമത്തെ സെക്ഷനിലോട്ട് നമ്മൾ കടക്കുകയാണ്. ആസ്വാദൻ ടിപ്പണി. ആസ്വാദൻ ടിപ്പണി അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ആസ്വാദനക്കുറിപ്പ്. കവിതയ്ക്കാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച കവിതകൾ മാത്രമേ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. അപ്പോൾ എല്ലാ കവിതകളും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ കവിതകളാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ കവിതയുടെ പേരും കവിയുടെ പേരും നല്ലവണ്ണം മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് വേണം നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ശ്രമിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആസ്വാദനക്കുറിപ്പ് എത്ര മാർക്കിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് 4 മാർക്കാണെങ്കിൽ അധികം വിശദീകരിക്കാതെ കുറച്ച് എഴുതുക. മാക്സിമം 4 or 5 മാർക്കിന് മാത്രമേ നമുക്ക് ആസ്വാദനക്കുറിപ്പ് ചോദിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ലളിതമായിട്ട് വേണം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുള്ളത്. നമുക്ക് ആ കവിതയിൽ നിന്നും കിട്ടിയ സന്ദേശം എന്താണ്, അതിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്, ആ ആശയം എഴുതി വയ്ക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പഠിച്ച ഒരു കവിത തന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യനും ചോദിച്ച് ലാസ്റ്റ് അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ ഏത് കവിതാ ഭാഗമാണോ നിങ്ങൾക്ക് തന്നത് ആ കവിതയിലുള്ള ആശയം നിങ്ങൾ എഴുതി വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ആസ്വാദനക്കുറിപ്പാവും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറച്ച് പോയിന്റുകൾ മനസ്സിലാക്കണം. പെഹലെ കവി കാ ജിക്ർ കർണ ചാഹിയെ. കവി കാ ജിക്ർ അതായത് കവിയെ പറ്റി കുറച്ച് കാര്യം പറഞ്ഞിരിക്കണം. 1-2 സെൻറ്റൻസിൽ, ചുരുങ്ങിയത് 1-2 സെൻറ്റൻസിൽ. ഉദാഹരണം के लिए बच्चे काम पर जा रहे हैं. किसकी കവിത है? ആരുടെ കവിതയാണ്? നമുക്കറിയാം ആരുടെ കവിതയാണെന്ന്. ആരുടെ കവിതയാണ്? രാജേഷ് ജോഷി അല്ലേ. രാജേഷ് ജോഷിയുടെ കവിതയാണ് ബച്ചേ കാം പർ ജാ രഹേ ഹേ. അപ്പോൾ അത് മനസ്സിലാക്കുക. ബച്ചേ കാം പർ ജാ രഹേ ഹേ രാജേഷ് ജോഷി ജി കി എക് ചോട്ടി കവിത ഹേ എന്ന് പറയണം. എന്നിട്ട് വരികളാണ് തന്നിരിക്കുന്നത്. ഈ വരികൾ പ്രസ്തുത പങ്ക്തിയാം ബച്ചേ കാം പർ ജാ രഹേ ഹേ കവിത സെ ലിയാ ഗയാ ഹേ. प्रस्तुत पंक्तियां बच्चे काम पर जा रहे हैं कविता से लिया गया है. इस कविता का कवि का नाम है രാജേഷ് ജോഷി. ശരി കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ആസ്വാദനക്കുറിപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടും. അതുകൂടാതെ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം. ഇത് ഞാൻ ഇവിടെ ശ്രദ്ധിക്കുക, ചെറുതായിട്ടായിരിക്കും ആ ബോർഡിൽ നിങ്ങൾക്ക് ബോർഡിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതിൻ്റെ വലിയ രൂപം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് എല്ലാവർക്കും എടുത്ത് വായിക്കാവുന്നതാണ്. ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കും. അപ്പം ഞാൻ പറഞ്ഞു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, കവി കെ ബാരെ മേ കഹനാ ചാഹിയേ, ഫിർ പങ്ക്തിയാം അല്ലെങ്കിൽ കവിതയുടെ ആശയം, അവസാനം നിങ്ങളുടേതായിട്ടുള്ള ഒരു സന്ദേശം. അപ്പം ഞാൻ വായിക്കാം, ശ്രദ്ധിക്കൂ. ഹിന്ദി കെ സമകാലീന കവി. ഹിന്ദി കെ സമകാലീന കവി. സമകാലീന എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന കവി ശ്രീ രാജേഷ് ജോഷി की एक मशहूर कविता है बच्चे काम पर जा रहे हैं.
हिंदी के समकालीन कवि श्री राजेश जोशी की एक मशहूर कविता है बच्चे काम पर जा रहे हैं. അപ്പോൾ ഹിന്ദി സമകാലീന കവികളിൽ രാജേഷ് ജോഷിയുടെ ഒരു പ്രസിദ്ധനായ കവിയാണ് അദ്ദേഹം. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധം എന്നാണ് അർത്ഥം. ഹിന്ദിക്ക് സമകാലീന കവി ശ്രീ രാജേഷ് ജോഷിക്ക് ഏക് മഷ്ഹൂർ കവിത ഹെ, അല്ലെങ്കിൽ പ്രസിദ്ധമായ കവിതയാണ് ബച്ചെ കാം പർ ജാ രഹേ ഹെ, കുട്ടികൾ ജോലിക്ക് പോകുന്നു എന്നുള്ള ആ കവിത. യഹ് ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ സെ പ്രേരിത കവിത ഹെ. ബച്ചുപ്പൻ ബച്ചാവോ അതായത് കുട്ടിക്കാലത്തെ രക്ഷിക്കുക. കുട്ടിക്കാലത്തെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും കുട്ടിക്കാലം ആസ്വദിക്കാനുള്ള അവസരം നൽകുക. അതിന് വേണ്ടിയുള്ളതാണ് ആന്തോളൻ വിപ്ലവം. ആന്തോളൻ സെ പ്രേരിത കവിത ഹെ, ആ വിപ്ലവമായിട്ട് ബന്ധപ്പെടുത്തിയ കവിതയാണ്. इसमें बाल श्रम पर तीखा प्रहार करते हैं. ബാലശ്രമത്തിന് എതിരായിട്ട്, അതായത് ബാലവേലയ്ക്ക് എതിരായിട്ട് പറയുന്നതാണ് ഈ കവിത. നമുക്ക് നോക്കാം. ബഡേ സവേരെ കൊഹരെ സെ ഭരി സടക്ക് പർ ബച്ചെ കാം പർ ജാ രഹേ ഹെ. ആ കവിതയുടെ ആദ്യത്തെ വരികളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ബഡേ സവേരെ വളരെ നേരത്തെ തന്നെ, കൊഹരേസെ ഭരി സടക്ക് അതായത് മൂടൽ മഞ്ഞാൽ മൂടപ്പെട്ട വഴിയിൽ കൂടെ, റോഡിൽ കൂടെ, പർ ബച്ചെ കാം പർ ജാ രഹേ ഹെ, കുട്ടികൾ ജോലിക്ക് പോവുകയാണ്. യഹ് ഏക ഭയാനക സമസ്യ ഹെ, ഇതൊരു വലിയൊരു സമസ്യ പ്രശ്നം, പ്രോബ്ലമാണ്. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ യഹ് ഉൻകെ കാം കർണേക്ക് ഉമ്ര നഹിം ഹെ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇത് ജോലി ചെയ്യാനുള്ള വയസ്സല്ല. അതാണ് പറഞ്ഞത്. യഹ് ഏക ഭയാനക സമസ്യ ഹെ ക്യോങ്കി യഹ് ഉൻകെ കാം കർണേക്ക് ഉമ്ര നഹിം ഹെ, ഇത് അവർക്ക് ജോലി ചെയ്യാനുള്ള വയസ്സല്ല. ഇസേ സാമാന്യ मान कर വിവരൺ കെ രൂപമേയും പ്രസ്തുത കർണ ഭയാനക ഹെ. അതുകൂടാതെ തന്നെ എന്താണ്, ഇസേ സാമാന്യ മാൻകർ, ഇതിനൊരു സാമാന്യ കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ട് വിവരൺ കെ രൂപമേയും, ഒരു വിവരണത്തിൻ്റെ രൂപത്തിൽ പ്രസ്തുത കർണ ഭയാനക, ഇതിനെ ഒരു വിവരണമായിട്ട് ചിത്രീകരിക്കുന്നതും വളരെ ഭയാനകമാണ്. അതുകൊണ്ട് കവി പറയുകയാണ്, കവിക്ക് റായ് മേയും, കവിയുടെ അഭിപ്രായത്തിൽ ഇസേ സവാൽ കി തരഫ് പ്രസ്തുത കർണ ചാഹിയെ. അപ്പം കവിയുടെ അഭിപ്രായത്തിൽ ഇതിനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ അവതരിപ്പിക്കണം. തബി ലോകോം കാ ധ്യാൻ ആകർഷിത് ഹോ ജായേഗ, അപ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ ഇതിൽ ആകർഷിക്കാൻ പറ്റുകയുള്ളൂ. ഭൂക്ക് ഓർ ഗരീബി, ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്, ഗരീബി ദാരിദ്ര്യം. ഗരീബി കെ കാരൻ ബച്ചെ അപ്പനെ ബച്ചുപ്പൻ സെ വഞ്ചിത് രഹ് ജാത്തെ ഹെ. നമ്മൾ കവിത പഠിച്ച സമയത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഭൂക്ക് വിശപ്പും അതുപോലെ തന്നെ നിർധനത, ദാരിദ്ര്യം, അതൊക്കെ കൊണ്ടാണ് കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ ബാല്യകാലം നഷ്ടപ്പെട്ടു പോകുന്നത്, പലതരത്തിലുള്ള പണികളൊക്കെ ചെയ്യേണ്ടി വരുന്നത്. इसका समाधान ढूंढना हमारा हिंदी के समकालीन कवि श्री राजेश जोशी की एक मशहूर कविता है बच्चे काम पर जा रहे हैं. അപ്പോൾ ഇതിനുള്ള ഒരു വഴി കണ്ടുപിടിക്കാനുള്ള, ഇതിനെ തരണം ചെയ്യാനുള്ളത്, ഇസ്ക സമാധാൻ ढूंढने, ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള, ढूंढना എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക, ढूंढना അന്വേഷിക്കുക, ढूंढना हमारा ഹിന്ദി കെ സമകാലീന കവി, നമ്മുടെ ഹിന്ദിയുടെ സമകാലീന കവിയായ ശ്രീ രാജേഷ് ജോഷിക്ക് ഏക് മഷ്ഹൂർ കവിത ഹെ ബച്ചെ കാം പർ ജാ രഹേ ഹെ. അപ്പം ബാലശ്രമം അല്ലെങ്കിൽ ബാലവേല എങ്ങനെ നിർത്തലാക്കാം എന്നതിൻ്റെ സൊല്യൂഷനെ പറ്റി പറയുന്നതാണ് ഈ കവിത. യഹ് ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ സെ പ്രേരിത കവിത ഹെ. വീണ്ടും പറയുകയാണ്, ഇത് ബച്ചുപ്പൻ ബച്ചാവോ, അതായത് കുട്ടിക്കാലം സംരക്ഷിക്കുക എന്ന വിപ്ലവത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണ്. അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് എഴുതപ്പെട്ട കവിതയാണ്. ഇസ് മെയം ബാലശ്രം പർ തീകാ പ്രഹർ കർത്തേ ഹെ. അത് ഇതിൽ ബാലവേലയെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് ഈ കവിതയിലൂടെ. മനസ്സിലായോ? അപ്പം ഇത്രയും നമുക്ക് എന്താണ്, ഒരു 4 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി.
വീണ്ടും കുറച്ചും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്, അതും കൂടെ ഞാൻ വായിക്കാം. ബഡേ സബേരെ കാം പർ ചൽനെ വാലെ ബച്ചോം കോ ദേഖ് കർ കവി സവാൽ കർത്തേ ഹെ. അപ്പം നേരത്തെ തന്നെ ജോലിക്ക് പോകുന്ന കുട്ടികൾ, അതായത് രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്ന കുട്ടികൾ കവി സവാൽ കർത്തേ, കവി കുറേ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. നിങ്ങൾക്കത് മനസ്സിലാക്കണം. നമ്മുടെ കവിതാ ഭാഗത്തുണ്ട് क्या सारे मैदान करते हैं कि क्या सारे मैदान बगीचे और घरों के आंगन एकाएक नष्ट हो गए. അപ്പം എന്താണ്, മൈതാനവും പൂന്തോട്ടവും അതേപോലെ വീടിൻ്റെ മുറ്റവും ഒക്കെ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടു പോയോ. ഇസ്ലിയെ ബച്ചെ കാമ്പർ ജാ രഹേ ഹെ, അതുകൊണ്ടാണോ ഈ കുട്ടികൾ ജോലിക്ക് പോകുന്നത്. ഫിർ തോ ഇസ് ദുനിയാമേയും ക്യാ ബച്ചാ ഹെ, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് എന്താണ് അവശേഷിക്കുന്നത്. ഇത് തോ ഭയാനക സ്ഥിതി ഹെ, ഇതൊരു ഭയാനക അവസ്ഥയാണ്. भयानक होने पर भी छोटे छोटे बच्चे अब भी काम के लिए जा रहे हैं. ഭയാനക ഹോനെ പർ ഭി ചോട്ടെ ചോട്ടെ ബच्चे അബ് ഭി. അപ്പോൾ ഇത് ഭയാനകമാണെങ്കിലും ഇപ്പോഴും പല ചെറിയ ചെറിയ കുട്ടികൾ കാം കെ ലിയെ ജാ രഹേ ഹെ, ജോലിക്ക് പോകുകയാണ്. യഹ് ഏക് മാമൂലി ബാത്ത് ബൻ ഗയി ഹെ, ഇതൊരു സാധാരണ കാര്യമായി മാറിയിരിക്കുകയാണ്. ബാലശ്രം കാനൂനി അപരാധ് ഹോനെ പർ ഭി, അപ്പം ബാലശ്രം, ബാലവേല എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് തെറ്റാണ്. എന്നിരുന്നിട്ടും കൂടെ ദുനിയാഭർമയും ലോകം മുഴുവനും യഹ് സമസ്യ ഫൈൽ ഗയി ഹെ, ലോകം മുഴുവൻ എവിടെ നമ്മൾ ശ്രദ്ധിച്ചാലും, എവിടെ ഏത് ലോകത്ത് പോയാലും, ഏത് രാജ്യത്ത് പോയാലും അവിടെ എല്ലാം ബാലവേല നമുക്ക് കാണാൻ സാധിക്കും. ആജ് കെ ബच्चे ഹമാരെ ദേശ് കാ ഭവിഷ്യ ഹെ, അവസാനം സന്ദേശമാണ്, നിങ്ങൾ എഴുതേണ്ട പോയിന്റാണ്. ആജ് കെ ബच्चे ഹമാരെ ദേശ് കാ ഭവിഷ്യ ഹെ, ഇന്നത്തെ കുട്ടികൾ നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിൻ്റെ എന്താണ്, ഫ്യൂച്ചറാണ്, ഭാവിയാണ്. ഇസ്ലിയെ ബാലശ്രം കോ രോക്കന ഹമാര കർത്തവ്യ, അതുകൊണ്ട് ബാലവേല തടയുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ ഇതാണ് അവസാനം നിങ്ങൾ എഴുതി ആ ആസ്വാദനക്കുറിപ്പ് കംപ്ലീറ്റ് ആക്കാനുള്ളത്. അപ്പം ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കണമെന്ന ഒരു ചെറിയ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പോൾ ആസ്വാദനക്കുറിപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത 2 സെക്ഷൻ, പോസ്റ്ററും ആസ്വാദനക്കുറിപ്പും ഏകദേശം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീണ്ടും നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടും.